കണ്ണൻ ചേട്ടാ ഇപ്പഴേ വെണ്ണയിലാണോ മോളെ? പേടിക്കണ്ട വാ. കണ്ണൻ ചേട്ടൻ ഇതിൽ പോവാൻ പേടിയൊന്നുമില്ലല്ലേ? ഞാൻ ഒറ്റയ്ക്ക് പോവാറിയില്ല. പിന്നെയാണ് ചേട്ടാ അവളെ കുട്ടിയില്ലേ രമ, അവളെന്റെ ക്ലാസ്സിൽ പഠിക്കണതാ. അവളെ അച്ഛൻ്റെ കൂടെ സ്കൂട്ടറിൽ സ്കൂളിൽ പോണേ. എന്ത് രസായിക്കൂലേ, കാറ്റൊക്കെ കൊണ്ട് കാഴ്ചയൊക്കെ കണ്ട്. കണ്ട ഇതൊക്കെ അവർക്ക് കിട്ടോ? അവരൊക്കെ ഓട്ടോശല്ലേ കണ്ണൻ ചേട്ടാ. അയ്യേ അതൊക്കെ എന്ത് രസറാ. നമുക്ക് നടന്നോണല്ലോ നമുക്ക് ഏറ്റവും രസം. നമുക്ക് മാവിന്ന് മാങ്ങ വിത്തിടാ, തോട്ടിട്ട് മീൻ പിടിക്കാം, ചാടാ ഓടാ. നീ വന്നേ ഇതാണോ നോക്കണേ? ഇത് കിട്ടിയാ ഇതില്ലെങ്കിൽ പിന്നെ എഴുതാൻ പറ്റില്ല. എഴുതി കാണിച്ചേരണ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഇതെന്റെ അച്ഛന്റെ കൂട്ടുകാരൻ വാങ്ങിച്ചതാ, ഉണ്ണിയുടെ വീടിന്റെ അപ്പുറത്ത്. നമസ്തേ, എല്ലാരും ഇരിക്കെ. ഞാനാണ് നിങ്ങളുടെ പുതിയ മലയാളം ടീച്ചർ. എൻ്റെ പേര് ദേവി എന്നാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാം. വാ. പേരെന്താ? ആതിര. എല്ലാരും കേക്കട്ടെ, ഉറക്കപ്പറ. ആതിര. എവിടുന്നാ വരണേ? വീട് എവിടെയാ? കൊളങ്കര. കണ്ടമോനെ കണ്ണൻ ചേട്ടൻ പുറത്തിറങ്ങി നടക്കണ കണ്ട. സൈലൻസ്. ഞാൻ ഇന്നലെ മാഷേ ഈ കണ്ണനാണ്, ഇവനാണ് പുറത്തെറിച്ച മാഷേ. പുള്ളാണ് മാഷേ ഇവൻ പറഞ്ഞത്. ഇവനാണ് എന്നെ ആദ്യം പിടിച്ചു നോക്കി എന്റെ ഷർട്ട് പുളിക്കാൻ നോക്കി. ഞാൻ ഒന്നുമില്ല മാഷേ, ഞാൻ പൊളിച്ചാൻ നിന്നിരുന്ന പറയാൻ എന്റെ ഷർട്ടിലേക്ക് തെറിച്ചാ മാഷേ. പിന്നെ പിടിച്ചടിച്ചെന്തിനാ അറിയാം മാഷേ, ഞങ്ങളെ പേരൂടി കളിക്കായിരുന്നു. അപ്പൊ ഇവനെ ബബിൾക്ക സുബീഷ് വിളിച്ചു മാഷേ. എനിക്ക് നല്ലൊരു പേരുണ്ട് മാഷേ, പി പി സുബീഷ്. എന്താടാ മാഷത്തിന് വഴി തന്നെ രണ്ടര കൊടുക്കും മാഷേ. ഒരു കാര്യമില്ല ടീച്ചറെ, വെറുതെ വടി ഓടിയാന്നല്ലാണ്ട്. ഇങ്ങോട്ട് നിൽക്കണം. മാഷേ 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 വേണ്ട മാഷേ മാഷേ കിട്ടില്ലേ? പൊക്കോ. ഒരു രണ്ടെണ്ണം കിട്ടില്ലേ? എടാ നിന്റെ ട്രൗസർ ഒരു കുളം എത്തി വലിച്ച കയറ്റാ. അത് എന്തുട്ട് കൊടുത്താട്ടോ മാഷേ? ഇങ്ങനെ ഉണ്ടാവില്ലേ? ഇനി ചാവടി മാഷേ. ടീച്ചർ ചാടുന്നത് എല്ലാ ദിവസവും ഉച്ചക്ക് സുഖാലേ വിട്ടാല്. എത്ര പെട്ടെന്ന് സ്കൂൾ തുറന്നത്. നാശം. എനിക്ക് സ്കൂൾ തുറക്കണ ഇഷ്ടം. അതെ, ഈ പരീക്ഷയും അടിയൊന്നും ഇല്ലെങ്കിലേ സ്കൂള് നല്ലാടാ, അല്ലെങ്കിലോ നരക. എന്തുട്ടാ കണ്ണൻ ചേട്ടാ? കണ്ണൻ ചേട്ടന് സുഖല്ലേ? കണ്ണൻ ചേട്ടൻ ഇന്ന് വരാന്തേക്കോടെ സുഖിച്ചാൻ്റെ കൂടെ നടക്കണ ഞാൻ കണ്ടതാ. അതെ, അത് നിനക്കും പറ്റൂടാ. അതെ, നീ വലിയ ക്ലാസ്സിലാകുമ്പോഴേ മാഷന്മാരൊക്കെ നിന്നെ വിളിപ്പിക്കും. അപ്പൊ നിനക്ക് മനസ്സിലാവും. അതല്ലേ വേഗം വലുതായമ ചെയ്യുന്നു. പോരണ്ടാ പിള്ളേരെ. അതിന് വണ്ടി നിർത്തിയതല്ലേ. ഉച്ചയ്ക്ക് നിന്റെ അച്ഛൻ്റെ കട ഓർമ്മട്ടെ. ഇപ്പൊ ഉന്നപ്പങ്ങൾക്ക് കളിയിലുണ്ട്. ഉന്നപ്പം നല്ല വേണം ചേട്ടാ. നല്ല മഴ ഉണ്ട് പിന്നാലെ. നല്ല രസമുണ്ടാണ് ഇപ്പം. അമ്മ ഉണ്ടാക്കിയതാ. ഉണ്ണിയുടെ അച്ഛൻ്റെ കടയിൽ വിറ്റൂടെ? അയ്യോ, അത്രയ്ക്കൊന്നും നന്നായിട്ടില്ലടാ. ഇനിയും ശരിയാവാണ്ട്. അല്ലേലും നമ്മൾ തിന്നണ പോലെയാണോ നാട്ടുകാർ കൊടുക്കണേ? നന്നായില്ലെങ്കിലേ കളിയാക്കും. മോശല്ലേ? ഏയ് നന്നായിണ്ടല്ലോ. ഇത് അമ്മയ്ക്കും അച്ഛമ്മയ്ക്കും കൊണ്ടുകൊടുത്തോട്ടാ. എന്താ പിടിക്ക്, നീയും ചായക്ക് കഴിച്ചോട്ടാ. അല്ല, നിന്റെ യൂണിഫോമിൽ ഇത് എന്തോരം ചെളിയാടാ. അമ്മ വരുന്നതിന് മുന്നേ മാറിയിട്ടോട്ടാ, അല്ലേ നല്ല കിട്ടും. അയ്യോ, അടുപ്പത്ത് കരിഞ്ഞാവോ. ഞാൻ പോവാടാ.
എന്നിട്ടാ അവിടെ കുത്തി പിടിച്ചോണ്ടിരിക്കണത്? ആ നേരം പുസ്തകം എടുത്ത് 4 അക്ഷരം പഠിച്ചേ. ആ ഇതും പഠിക്കണ തന്നെയാ. ആ ഇത് തന്നെയായിരുന്നു അച്ഛനും. ഇതേപോലെ എന്തൊക്കെ ഉണ്ടാക്കിയതാണ്. എന്നിട്ടോ പഠിക്കാണ്ട് ഇങ്ങനെ ഓരോന്നും ശരിയാക്കി ഇങ്ങനെ നടന്ന് അവസാനമായപ്പോൾ ഒന്നുമില്ലാണ്ടായി. ദൈവേ, എൻ്റെ അമ്മയുടെ കാലിന്റെ വേദന എങ്ങനെയുണ്ട്? വേദനയൊന്നും മാറിയിട്ടില്ല. നീ എന്തിനാണ് ഇതും കൊണ്ട് ഇരുട്ടത്ത് വന്നേ? നാളെ കൊണ്ടുവന്നാ പോരെ? കണ്ണൻ ചേട്ടനോ? കണ്ണൻ ചേട്ടൻ അവിടെ ഇരിക്കണ്. കണ്ണൻ ചേട്ടാ ഇതൊന്നും ഇട്ടോ ചെയ്യണേ. ഇതേ നാളെ ശാസ്ത്ര ക്ലബിന് ഫസ്റ്റ് അടിക്കുക. ഇതൊന്നും സാധനം പോട്ടി വലിച്ചെടുക്കണ യന്ത്രാടാ. ഇതമ്മയുടെ തുണിക്കടലില്ലേ, ഞാൻ പോയപ്പോ കണ്ടതാ. കരട് വലിച്ചെടുക്കണ യന്ത്രം കാണിച്ചെങ്കിൽ കണ്ട വലിച്ചെടുക്കണ്ട. ഇതാണ് സാധനം. കണ്ട കണ്ണൻ ചേട്ടാ കലക്കി. എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചേ? ഞാൻ കാണിച്ചരാ. കണ്ട ഇത്ര അപ്പൊ കണ്ണൻ ചേട്ടാ തന്നെ ഫസ്റ്റ്. കണ്ണൻ ചേട്ടാ പേടിക്കണ്ട. ഇല്ലാത്ത പാടായി. ആ ചെമ്മണി എടുത്ത് കത്തിച്ചേ. ഇതിലൂടെ വെള്ളം വന്ന് ഈ ചക്രത്തിൽ വീഴുമ്പോൾ ഈ ചക്രം കറങ്ങുന്നു. അങ്ങനെ കറണ്ട് ഉണ്ടാവുന്നു. അതിലൂടെ പോസ്റ്റിലേക്ക് കറണ്ട് പോകുന്നു. അതൊക്കെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. കറണ്ട് ഉണ്ടാക്കുന്നു, ബൾബ് കത്തുന്നു, അല്ലേ? ഈ കറണ്ട് എങ്ങനെ ഉണ്ടാവുന്നറിയോ? ഈ ഊർജ്ജമാറ്റം പറയാനറിയോ? അറിയില്ല. ആ അവിടെ പോയിരുന്നേ. ഒന്നുമില്ലെങ്കിൽ നീ ഇത് വാങ്ങിച്ചുകൊണ്ടുവന്നത്, അല്ലെങ്കിൽ നിനക്കിത് ആരെങ്കിലും ഉണ്ടാക്കി തന്നതായിരിക്കും. സത്യം പറയടാ, ആരുണ്ടാക്കി തന്നാ? എനിക്ക് ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ പറയാറില്ല. ആ ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാന്നുണ്ടെങ്കിൽ അത് പറയാനും അറിയണം, കേട്ടാ? അതായത് ആരെങ്കിലും ഉണ്ടാക്കിയത് അടിച്ചു മാറ്റി കൊണ്ടുവന്നാലേ നിനക്കത് ഒട്ടും പറയാൻ പറ്റില്ല. ഒരു സാധനം കൊണ്ട് വന്നേക്കുന്ന ശാസ്ത്രജ്ഞൻ. സ്കൂൾ പോട്ടിന് മുമ്പ് നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്കൂൾ തുറക്കുമ്പോൾ ശാസ്ത്രമേള ഉണ്ടാവും, എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരണമെന്ന്. ഇതിപ്പോൾ നല്ലൊരു സാധനം ആരും കൊണ്ടുവന്നിട്ടില്ല. കഷ്ടം തന്നെ. ഇനി ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടോ? സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നെങ്കിൽ മാത്രം ഇവിടെ കൊണ്ട് കാണിച്ചാൽ മതി. ഉണ്ടാക്കിയിട്ടുണ്ടോ? പക്ഷെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കൊണ്ടുവരൂ. ആ ഇത് കൊള്ളാലോ, ഇത് പുതിയതാണല്ലോ. ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റുമോ? ആ പറ്റും മാഷേ. ഒന്ന് എല്ലാവരോടും പറഞ്ഞു കൊടുത്ത്. ആ ഇയാൾ തന്നെ ഈ ആപ്പിൾ ഇയാളുടെ വായിലുള്ള ഉമിനീരുമായി കൂടിക്കലരുന്നു. അതിനുശേഷം ആ ആപ്പിൾ ഇയാളുടെ അന്നനാളത്തിലെത്തുന്നു. അന്നനാളത്തിലെത്തിയ ശേഷം അവിടെ നിന്ന് അത് നേരെ ആമാശയത്തിലെത്തുന്നു. ആമാശയത്തിലെത്തിയ ആപ്പിളിനെ അവിടെ വെച്ച് ചതച്ചരയ്ക്കപ്പെടുന്നു. അതിനുശേഷം ആ ആപ്പിൾ നേരെ ഈ ചെറുകുടലിലേക്ക് എത്തുന്നു. ചെറുകുടലിലേക്ക് എത്തിയ ആപ്പിളിൽ നിന്നുള്ള എല്ലാ പോഷകങ്ങളും ചെറുകുടൽ വലിച്ചെടുക്കുന്നു. അങ്ങനെ ആപ്പിൾ വീണ്ടും അവിടെ നിന്ന് വൻകുടലിലേക്ക് എത്തുന്നു. വൻകുടലിലേക്ക് എത്തിയതിന് ശേഷം ആ ആപ്പിളിലുള്ള അഥവാ അവശിഷ്ടത്തിലുള്ള എല്ലാ ജലാംശവും ഈ വൻകുടൽ വലിച്ചെടുക്കുന്നു. അങ്ങനെ അവസാനം അത് മലാശയം വഴി നേരെ കക്കൂസിലേക്ക്. പിന്നെ അവന്റെ ഒരു ദഹനപ്രക്രിയ. അപ്പോ സുബീഷിന്റെ ദഹന പ്രക്രിയ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നു.